ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളമൊന്നും ചേർക്കണ്ട, അതിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ടാവും. ബീഫ് വേവിച്ചതിന് ശേഷം അതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കുക. അതിനായിട്ട് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, സവോള, തക്കാളി ഇതെല്ലാം നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവിന് അനുസരിച്ച് സാധാ മുളക് പൊടി എത്ര വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ബീഫ് വേവിച്ചപ്പോൾ മാറ്റി വെച്ച വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വെലിഞ്ഞിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ അതിന് മുകളിൽ കൂടെ ഒന്ന് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഇവിടെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ്. അപ്പോൾ അത് ഇവിടെ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.